ഹായ് ഹലോ എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലഞ്ച് വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ഒരു സിമ്പിൾ ലഞ്ച് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഇഷ്ടമായി ഒരു ലൈക്ക് അടിക്കണേ, പറ്റുകയാണെന്ന് ഷെയറിങ് കൂടിയും ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഞാനിതാ രാവിലെ കുട്ടികളൊക്കെ പോയ ശേഷം ദോശ കഴിക്കുകയാണ് കേട്ടോ. ദോശ തണുത്തു, രാവിലെ ഉണ്ടാക്കിയതാണ്, എന്നാലും കുഴപ്പമില്ല. ദോശയും ചട്നിയും കഴിച്ചിട്ട് ഉച്ചത്തെ പണി തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചിട്ട് വരാം. കുറുന്നന ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്, അയിലയും കിട്ടിയിട്ടുണ്ട്, മാന്തളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയില ചാറ് വയ്ക്കാമെന്ന് വിചാരിച്ചു, മുളകിട്ട് ചാറ് വയ്ക്കാമെന്നും മാന്തൾ നമുക്ക് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് കത്രികയും കൊണ്ടാണ് നേരാക്കണത്. ഞാൻ കത്തിയും കൊണ്ട് അധികം വലിയ വലിയ മീനൊക്കെ മാത്രമേ കത്തിയും കൊണ്ട് നേരാക്കുള്ളൂ. കത്രികയും കൊണ്ട് നേരാക്കണതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗം കത്രികയും കൊണ്ട് നേരാക്കണതാണ് കേട്ടോ. അതുപോലെ നോക്കി നോക്കി. പിന്നെ അധികം പേരും അങ്ങനെ തന്നെയാവും നേരാക്കുക അല്ലേ. അപ്പോൾ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതിലത്തെ ചളിയൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. മാന്തൾ പച്ചമാന്തളിൽ എങ്ങനെ നോക്കിയാലും ഇത്തിരി ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ട് നേരാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് നേരാക്കണമൊന്നും വീഡിയോയിൽ എടുക്കണില്ല കേട്ടോ, കാരണം എനിക്ക് ഫോൺ സെറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സെൽഫി സ്റ്റിക്കൊക്കെ ഉണ്ട്, പക്ഷേ അത് എവിടെയെങ്കിലും വെച്ചാൽ മറിഞ്ഞ് തലകുത്തി വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം മാറ്റാൻ പറ്റിയ സ്ഥിതിയൊന്നുമല്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് വല്ലതും കിട്ടിയാലാണ് നല്ല സ്റ്റാൻഡൊക്കെ വാങ്ങുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴെങ്കിലും സെൽഫി സ്റ്റിക്ക് ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതിങ്ങനെ അവിടെ ഇവിടെയും കുത്തിച്ചാരി വെച്ചിട്ടും നല്ല സെറ്റപ്പിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമുക്കത് ഒന്നും നടന്നൊന്നും വരില്ല, സമയം പോവില്ല. അപ്പോൾ അത് ആ മീനൊക്കെ നേരാക്കി വന്നിട്ടുണ്ട്. കത്രികയും കൊണ്ട് നേരാക്കിയും കൊണ്ടാണ് തലയൊക്കെ അടിപൊളിയായിട്ട് കണ്ടില്ലേ നേരാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ ചാറ് വയ്ക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക നല്ലത് കേട്ടോ. മുറിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ചാറ് വയ്ക്കാൻ ചട്ടിയൊക്കെ വെച്ചതാ എണ്ണ അടുപ്പത്ത് വെച്ച് ഉലുവ പൊട്ടിക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മീൻ മസാല പുരട്ടി വയ്ക്കാമെന്നും വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ അതിനുള്ള പണി നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊട്ട് ഇഞ്ചിയും കുറച്ച് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ഇത്തിരി കുരുമുളക്, ഇത്തിരി ചിക്കൻ മസാല, ഇത്തിരി മുളക് പൊടി, ഒരിത്തിരി അരിപ്പൊടി ഇടുന്നു കേട്ടോ അതിൽ. അപ്പോൾ അത് അരയ്ക്കാനവിടെ റെഡിയാക്കി വയ്ക്കുമ്പോഴേക്കും ഞാനിവിടെ അതാ ചട്ടി ചൂടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഉള്ളിയും തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റാൻ വെച്ചു കേട്ടോ. ഒന്ന് വഴറ്റിയിട്ട് അവിടെ തന്നെ വെച്ചത് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി ഇത് വെന്തിങ്ങനെ വരണം കേട്ടോ. അത് ഇത്തിരി നേരം അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമ്മൾ പുളിവെള്ളമൊക്കെ പാരുള്ളൂ, മസാലയൊക്കെ ഇടുള്ളൂ. അപ്പോൾ ഞാൻ ഈ മാന്തൾ മീനിൽ മഞ്ഞപ്പൊടി ഉപ്പും ജസ്റ്റ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് മറ്റതും കൂടി അരച്ചിട്ട് ഒപ്പം അങ്ങോട്ട് ശരിയാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മുളക് പൊടി കുറവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാരണം കുരുമുളകൊക്കെ ഉണ്ടല്ലോ, നല്ല എരിവായ അമ്മ പരാതി പറയും. അപ്പോൾ കളർ കുറവായാലും വേണ്ടില്ല, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മാന്തൾ മീൻ അറിയാലോ, നമ്മൾ വറുത്ത് വരുമ്പോഴേക്കും ഗോൾഡൻ ബ്രൗൺ കളർ എന്തായാലും വരും. അപ്പോൾ ഇത് ഏകദേശം ഒന്നിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടാനുള്ളത്. അപ്പോൾ അതിലേക്കിനി പൊടിയൊക്കെ ഇടണം. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉള്ളി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണുള്ളൂ. മഞ്ഞൾപ്പൊടി ആദ്യം ഉപ്പാണ് ഇട്ടത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഓരോ പൊടിയായിട്ട് നമ്മൾ ഇടുകയാണ്. ഒരുപാട് മസാല ഇതൊന്നും ഇടുന്നില്ല കേട്ടോ. മുളകിട്ട അയലക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ചേർക്കണുണ്ടേ. പിന്നെ ഞാൻ പറയണതിലൊക്കെ വല്ല മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ, കാരണം നമുക്ക് വോയിസ് കേൾക്കുമ്പോൾ പ്രത്യേകമായിട്ടൊരു പ്ലാങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങനെ വെച്ചാലേ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. മത്തിയാണെന്ന് നമ്മൾ വെറും മുളക് പൊടി ഇട്ടിട്ട് വെക്കും. ഇത് മുളകിട്ടതെന്ന് പറയുമെങ്കിൽ നമ്മൾ അത്യാവശ്യം പൊടികളൊക്കെ ചേർക്കണുണ്ട്, എന്നാൽ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ 2 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ എരിവിനായിട്ട് പിന്നെ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ, അതുകൊണ്ടാണ് മുളക് പൊടി ഇത്തിരി കൂടുതലിട്ടത്. അല്ലെങ്കിൽ മീൻ കറി വയ്ക്കുമ്പോൾ നമ്മൾ ഇത്തിരി മുളക് കൂടുതലിടുമല്ലോ, അതിൻ്റെ ടേസ്റ്റ് എന്നാലല്ലേ വരുള്ളൂ.
പിന്നെ ഈ ചട്ടീൻ്റെ ആയുസ് തീരാനായിട്ടുണ്ട് കേട്ടോ. എന്നാലും തീരണ വരെ ഞങ്ങളിത് ഉപയോഗിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒഴിവാക്കാൻ തോന്നണില്ല എനിക്ക്. അപ്പോൾ ഇനി വാങ്ങുകയാണെന്ന് വെച്ചാൽ പരന്ന ചട്ടി വാങ്ങണം എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമ്മളത് ഒക്കെ റെഡി ആയിട്ട് പൊടിയൊക്കെ ഇട്ട് ഒന്നും കൂടി വഴറ്റിയ ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിക്കുക കേട്ടോ. പുളിവെള്ളം ഇത്തിരി തോനെ ഒഴിക്കേണ്ടത് നമ്മളിത് അടച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആ പുളിവെള്ളത്തിൽ കിടന്ന് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ചാറൊന്നും കുറുന്നനായിട്ടുണ്ടാവുകയും. അപ്പം ഇനി ഇത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഞാൻ വോയിസ് കൊടുക്കണതിൻ്റെ മുന്നേ ഈശ്വര എന്ത് പറയും വീഡിയോയ്ക്ക് എന്നുള്ളൊരു അങ്കലാപ്പാവും. പക്ഷെ വോയിസ് കൊടുക്കാതിരുന്നാൽ അതാണ് അന്തല്ലാത്ത പറച്ചിലായിരിക്കും. നമുക്ക് തന്നെ അറിയാതെ അങ്ങനെ വന്നു പോകും. അപ്പോൾ നമ്മുടെ ചാറ് കണ്ടില്ലേ, കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചപ്പോഴേക്കും കുറുന്നനെയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മീൻ ചേർത്ത് കൊടുക്കുകയാണേ. ഇവിടെ അതിൽ 4 മത്തിയും അതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് മ്യൂസിക്കൊക്കെ ചേർത്ത് ഒരു 3-4 പ്രാവശ്യം മ്യൂസിക് ചേർത്ത് കളഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ചേർത്തത് ഞാൻ 0 ആക്കി വെച്ചു. കാരണം എങ്ങനെ നോക്കിയാലും എൻ്റെ വോയിസ് കേൾക്കണില്ല, മ്യൂസിക് മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ ഞാൻ മ്യൂസിക് വേണ്ടാന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇതിലുള്ള സൗണ്ട് എന്ന് പറഞ്ഞാൽ വോയിസ് കളയണേനൊന്നും കുഴപ്പമില്ല, ഓൺ സൗണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ആ സമയത്ത് സൗണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ടിവിൻ്റെ സൗണ്ട് ഉണ്ടാവും കൊണ്ടാണ് കോപ്പിറൈറ്റൊക്കെ കിട്ടൂലേ, അതുകൊണ്ടാണ് ഇത് മ്യൂട്ടാക്കിയിട്ട് പിന്നെ വോയിസ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ ഇട്ട് ഉപ്പും ഇട്ടിട്ട് ഇനി ഒന്നും കൂടി ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. പാത്രം അടച്ച് വെച്ചിട്ട് കയ്യിലും കൊണ്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകില്ല. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ആയിക്കോളും. നമ്മുടെ മീൻ കറി റെഡി. അടിപൊളിയായിട്ടില്ലേ കളർ കാണാൻ? അതിൽ മുളകിട്ടത് എങ്ങനെയുണ്ട്? അപ്പോൾ കഴിക്കാനായിട്ടില്ല, മീൻ കറി ആയിട്ടുള്ളൂ, ചോറും ആയിട്ടുണ്ട്. ഇനി പപ്പടം കാച്ചണം, ഉപ്പേരി ഉണ്ടാക്കണം, മീനും വറുക്കണം. പിന്നെ ഞാൻ മീൻ വറുക്കാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മീൻ കറി ആയിട്ട് മീൻ വറുക്കണതിൻ്റെ മുന്നേ ഞാൻ എൻ്റെ തിരുമ്പലും എല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ബാക്കി പിന്നെയുള്ള പണി നോക്കണത്. അപ്പോൾ ഇനി മീൻ വറുക്കുകയാണ്. കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ വറുക്കണത്, അല്ലെങ്കിൽ അതാകെ പൊടിഞ്ഞു പോവില്ലേ. അപ്പോൾ നമ്മൾ ഈ അരിപ്പൊടി തുള്ളി ഒരു സ്പൂണ് ചേർത്തും കൊണ്ട് എന്താ വെച്ചാൽ നല്ല മുരുക്കനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാന്തൽ കണ്ടില്ലേ, നല്ല മുളക് പൊടി ഇത്തിരി കുറവാണെങ്കിലും എരിവുണ്ട്, കുരുമുളകിൻ്റെയൊക്കെ എരിവുണ്ട്, കളറുണ്ട്, നല്ല അടിപൊളി കളറായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കഴിയാനായിട്ടോ, മീൻ വറുക്കൽ കഴിയാനായി. എണ്ണയൊക്കെ അങ്ങനെ തെറിച്ചിട്ടുണ്ട്, പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഇതാ ഒരു തുള്ളി കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വെക്കില്ല, വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയൊക്കെയാണ് കഴിക്കൽ. അപ്പോൾ പിന്നെ കുറച്ച് പേര് മതിയാകും മക്കൾക്ക്, അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പം ഇതാ ചോറും എല്ലാം റെഡിയായി ഇവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ നമുക്ക് കഴിക്കില്ലേന്ന് ഉണ്ടോ? മീൻ കറി, അടിപൊളി മീൻ കറി ഉണ്ട്, മാന്തൾ മീൻ വറുത്തതുണ്ട്, ഉപ്പേരി ഉണ്ട്, പപ്പടം കാച്ചിയതുണ്ട്. അപ്പം ഇന്നത്തെ ലഞ്ച് കലക്കിട്ടോ, സൂപ്പറായേ. മീൻ കറി നമ്മൾ അന്ന് വെച്ച പിറ്റേ ദിവസത്തേക്ക് ആ ടേസ്റ്റ് ഉണ്ടാവുക എന്ന് പറയട്ടോ. ഞാനങ്ങനെ എടുത്ത് വയ്ക്കലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമാവും അല്ലേ? വീഡിയോ ഇഷ്ടമാവൂലേ? എന്തപ്പോൾ നമ്മൾ സിമ്പിൾ നമ്മുടെ ലൈഫല്ലേ ഷെയർ ചെയ്യണുള്ളൂ, വേറൊന്നും ഷെയർ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ബൈ ട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.